എറണാകുളം ചോറ്റാനിക്കരയിൽ ക്രൂരമർദ്ദനമേറ്റ് മരിച്ച പോക്സോ അതിജീവിതയായ പെൺകുട്ടിയുടെ മൃതദേഹം സംസ്കരിച്ചു. പ്രതി അനൂപിനെതിരെ നരഹത്യാ കുറ്റം ചുമത്തി പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകും. കഴുത്തിൽ ഷോൾ കുരുക്കിയതാണ് മസ്തിഷ്ക മരണത്തിന് കാരണമായതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. അതിദാരുണം, അതിക്രൂരം. 19-കാരിയുടെ മരണത്തെ വിശേഷിപ്പിക്കാൻ മറ്റൊന്നുമില്ല. സ്വന്തം ജീവനെപ്പോലെ വിശ്വസിച്ച ആൺ സുഹൃത്താണ് 19-കാരിയെ മരണത്തിലേക്ക് നയിച്ചത്. ശരീരത്തിൽ മർദ്ദനമേറ്റ നിരവധി പാടുകൾ. ലൈംഗിക അതിക്രമത്തിനും ശ്രമം നടന്നു. ഗുരുതരമായി പരിക്കേറ്റ പെൺകുട്ടിക്ക് വൈദ്യസഹായവും പ്രതി അനൂപ് നിഷേധിച്ചു. സ്ട്രാങ്കുലേഷനാണ്, പക്ഷേ പ്രതി ശ്വാസം മുട്ടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സെക്ഷൽ അറ്റംപ്റ്റ് നടന്നിട്ടുണ്ട്. ബ്രെയിൻ ഡെത്ത് ആദ്യമേ തന്നെ സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു കൃത്യസമയത്തുള്ള മെഡിക്കൽ എയ്ഡ് കൊടുക്കാത്തതാണ് പ്രധാനമായിട്ടും ബ്രെയിൻ ഡെത്ത് സംഭവിക്കാനുള്ള റീസൺ. കുറ്റകരമായ നരഹത്യ എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. ബാക്കി കൂടുതലായിട്ടും കുറച്ചും കൂടി കാര്യമായിട്ട് ലാബ് റിസൾട്ടും കൂടി കൂട്ടിയിട്ട് ബാക്കി അന്വേഷണം. ശനിയാഴ്ചയാണ് അനൂപ് പെൺകുട്ടിയെ മർദ്ദിച്ചത്. ഞായറാഴ്ച രാത്രി ഇയാൾ വീണ്ടും പെൺകുട്ടിയുടെ വീടിന്റെ പരിസരത്തെത്തി. വീട്ടിൽ ലൈറ്റ് കണ്ടതിനാൽ കുട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് ഉറപ്പിച്ച ശേഷം സ്വന്തം വീട്ടിലേക്ക് പോയെന്ന് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. പെൺകുട്ടിയുടെ വീട്ടിൽ കൊണ്ടുവിട്ട 2 സുഹൃത്തുക്കളെയും പോലീസ് ചോദ്യം ചെയ്യും. അനൂപിനായി തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകും. അനൂപിന് വേണ്ടിയാണ് ആ പെൺകുട്ടി നിരന്തരം അമ്മയോട് കലഹിച്ചിരുന്നത്. ഒടുവിൽ അയാൾ തന്നെ അതിക്രൂരമായി മർദ്ദിച്ചവളെ മരണത്തിലേക്ക് തള്ളിയിട്ടു. അനൂപിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണം. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24.